തൽക്കാലം മാത്രം മതി.
समझोगे तो तुम्हें होगी हैरानी हम लोगों को समझ सको तो समझो दिल भर जानी जितना भी तुम समझोगे तो तुम्हें होगी हैरानी अपनी छतरी को फिरती कभी तो बरसे पानी अभी नए टाइम में बैठे हमको चीज पुरानी फिरती है हिंदुस्तान है हिंदुस्तान അല്ലാഹു എന്ന പരമ്പൊരുളിന്റെ ഉല്ലാസനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സച്ചരിതരായ സലഫ് സ്വാലിഹീങ്ങൾ എന്ന സ്വച്ഛദീപങ്ങളുടെ മെച്ചകാവ്യ കൽപ്പനകൾക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും അവിടെ എത്തിച്ചേരേണ്ടതാണ്.
താകരണ ഓക്കെ ആണോ? ആ കയറണം.
സിസാൻ മൂത്താർ. എല്ലാ രക്ഷകർത്താക്കളും വേദിയുടെ മുൻഭാഗത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. വേദിയുടെ വലതുവശത്തും ഇടതുവശത്തുമായി നിൽക്കുന്നതും ഇരിക്കുന്നതുമായ എല്ലാ രക്ഷകർത്താക്കളും അവിടെ നിന്ന് മാറി വേദിയുടെ മുൻഭാഗത്ത് സദസ്സിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കസേരകളിൽ ഇരിക്കേണ്ടതാണ്. എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ.
പാത്തു കേക്ക് പാത്തു തനക്കുള്ള പാട്ട് പാത്തു. ഒട്ടകത്തിന്റെ ഇറച്ചിയാകുമ്പോ നല്ല രുചിയാണ്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങൾ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി?
നീ എന്നെ ചുറ്റിപ്പറ്റിക്കാൻ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്കും. എനിക്ക് ഏത് വീട്ടിലും കയറി പോകാനോ പോകാനൊരില്ലാണ്ട് ഒറ്റപ്പെട്ടു പോയത് ഞാനല്ല. ആരോഗ്യവും സമ്പത്തും ഇല്ലാണ്ടാവുമ്പോ എന്നെപ്പോലുള്ളവരെല്ലാവർക്കും ഒരു ബാധ്യതയാണ്. ജീവിതകാലം മുഴുവനും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു മക്കൾക്കും കുടുംബത്തിനും താങ്ങും തണലുമായി നിന്നപ്പോ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായി. ഞാൻ വരുമ്പോ എന്നെ കൈപിടിക്കാൻ ഞാൻ മക്കളെങ്കിലും ഉണ്ടാവുമെന്ന്. ഇല്ല, ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാരും പോയി കളഞ്ഞില്ലേ. പോയിക്കോ, ഇനിയും പോയിക്കോ, എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്ക്. എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാൻ നോക്ക്.
പരത്തുന്നവൻ അർബുദക്കരിനാഗദംശത്താൽ നിങ്ങളെ നോവിച്ച് നരകിച്ചു കൊല്ലുന്നവൻ സുഹൃത്തിനെ പോലെ അടുക്കുന്ന ലഹരി കഴുത്തിൽ കുരുക്കിട്ട് വീഴ്ത്തുന്ന ലഹരി സുഹൃത്തിനെ പോലെ അടുക്കുന്ന ലഹരി കഴുത്തിൽ കുരുക്കിട്ട് വീഴ്ത്തുന്ന ലഹരി തഴുകിത്തലോടി ഉറക്കേണ്ട പുത്രിയെ തല തൂക്കി കിണറ്റിലേക്കെറിയിച്ചതും ഞാൻ പൊന്നുപോൽ വളർത്തിയോരച്ഛന്റെ മൂർധാവ് പുത്രനാൽ തല്ലിപ്പിളപ്പിച്ചതും ഞാൻ പുത്രന്റെ കർണത്തിൽ താതൻ തന്നതിപാദം ബധിരവിലാപിയായി അലയിച്ചതും ഞാൻ പതിവായി അന്നം വിളമ്പുന്ന കാന്തയുടെ കണ്ണിൽ കത്തിയിറക്കിച്ചതും ഞാൻ പതിവായി അന്നം വിളമ്പുന്ന കാന്തയുടെ കണ്ണിൽ കത്തിയിറക്കിച്ചതും ഞാനാണ് ലഹരി പാഴ്പാട്ടു പാടി നടന്നൊര ഭ്രാന്തിക്ക് ഉദരത്തിൽ ഒരനാഥനെ കൊടുപ്പിച്ചതും നായ്ക്കളാൽ മുഴുവതനം ഭുജിപ്പിച്ചൊരുത്തനെ എൻ മുഖമെവിടന്ന് തിരയിച്ചതും ഞാനാണ് ലഹരി 70 നിരങ്ങുന്ന മുത്തശ്ശിയെ പോലും ഭ്രാന്തിൻ നിരയാക്കി കൊല ചെയ്യിച്ചു മരുന്നിന് മണ്ടുന്ന മകന് ഞാൻ കെണിയിട്ടു കിട്ടാതെ അമ്മയും വിട പറഞ്ഞു നിങ്ങളെന്നെ വേൽക്കുക ചിന്തയിൽ വിശപ്പുക കുത്തി നിറയ്ക്കുക തലച്ചോറിൽ ഭ്രാന്തിന് ഹരിശ്രീ കുറിക്കുക ഹൃദയത്തെ പൊട്ടിച്ച് പുറത്തേക്കൊഴുക്കുക എന്നിട്ട് ഒരു തുള്ളി ശ്വാസത്തിനായി കൈനീട്ടുക ഒരൊറ്റ ശ്വാസത്തിനായി നീ കെഞ്ചുക പിടഞ്ഞ് മരിച്ചുകൊള്ളുക ലഹരിക്ക് നൽകുവാൻ ഇത്രമാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം എന്നും കൊടുക്കുവാൻ ദുരിതം മാത്രം നന്നായി കൊടുക്കുവാൻ ദുരന്തം മാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം. പ്രിയമുള്ളവരെ, ഇത്രയേറെ യാതനകളും വേദനകളും ദുരന്തവും ദുരിതവും മാത്രം നമുക്ക് തരുന്ന ഈ ലഹരിക്ക് പുറകെ എന്തിനു നമ്മൾ പോകണം? ചിന്തിക്കും. ഉൾപ്പെടുത്തി പരമ്പരാഗത മാധുര്യത്തിനൊപ്പം പുതുതലമുറയുടെ അഭിരുചികളെ കൂടി തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. 3 എലിലെ ഗേൾസ് അവതരിപ്പിക്കുന്നു ഫ്യൂഷൻ ഒപ്പന. അവന് പറ്റായിക്കൊന്നും
ഇവിടെ നിന്ന് സൗണ്ട് കൊടുക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ?